السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. പൈതൃകം മീഡിയ ശ്രോതാക്കളെ, സഹോദര സഹോദരികളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്ര നാളുവഴികളിലൂടെ എന്ന നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ 45-ാം പ്രഭാഷണത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ പറഞ്ഞതും ഇനി പറയാനുള്ളതും നാം കേട്ടുകൊണ്ടിരിക്കുന്നതും നാളെ പ്രതിഫലം ലഭിക്കുന്ന അമലുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ താഴെ അടിത്തട്ട് മുതൽ ദീനീ ഉന്മേഷമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ മദ്രസ പദ്ധതി, അതിൻ്റെ കുറ്റമറ്റ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമസ്ത ഓരോ ഘട്ടങ്ങളിൽ ആവിഷ്കരിച്ച പദ്ധതികൾ, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ 1-2 ദിവസമായി പ്രസംഗിച്ചു വരുന്നത്. മദ്രസ സ്ഥാപിക്കുകയും അതിന് സിലബസ് കണ്ടെത്തുകയും അതുപോലെ ആ സിലബസ് പഠിപ്പിക്കാൻ നല്ല ട്രെയിനർമാരെ നിയമിക്കുകയും മദ്രസകളിൽ കൃത്യമായും പരിശോധന നടത്താൻ മുഫത്തിഷുമാരെ നിയമിക്കുകയും അതുപോലെ തന്നെ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരെ സംഘടിതരാക്കുകയും അവരെ ജമിയത്തുൽ മുഅല്ലിമീൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ കീഴിലായി നിലനിർത്തുകയും അവരുടെ പ്രവർത്തന വേദിയായി റേഞ്ച് അടിസ്ഥാനത്തിൽ കമ്മിറ്റികൾ ഉണ്ടാക്കി റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ സ്ഥാപിതമാവുകയും ആ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ കീഴിൽ ട്രെയിനിങ് ക്ലാസ്സുകളും ഹിസ്ബ് ക്ലാസ്സുകളും ഒക്കെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഒത്താശയോടുകൂടെ നടത്തുകയും ചെയ്ത് ഒരു വലിയ സെറ്റപ്പിലും സംവിധാനത്തിലുമായി മദ്രസ പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ. 1956 മുതൽ തന്നെ ഒറ്റപ്പെട്ട രൂപത്തിൽ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ രൂപീകരിക്കപ്പെട്ടെങ്കിലും 1958 സ്റ്റേറ്റ് തലത്തിൽ ഈ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ രൂപം വന്നത്. അതായത് അധ്യാപകന്മാർക്കൊരു പൊതുവേദി സംസ്ഥാനത്തെ അടിസ്ഥാനത്തിൽ വന്നത് 1958 അതുപോലെ ട്രെയിനിങ് ക്ലാസ്സുകൾ 56 മുതൽ പറവണ്ണ മൈദീൻകുട്ടി മുസ്ലിയാരുടെ ശ്രമഫലമായി ഭാഗികമായ അധ്യാപകന്മാർക്ക് സൗകര്യപ്പെടുന്ന രൂപത്തിൽ ട്രെയിനിങ് ക്ലാസ് ആരംഭിച്ചെങ്കിലും 1961 മുതൽ അതിനൊരു കൂട്ടായ ഒരു പരിശ്രമം വരികയും അങ്ങനെ 61 മുതൽ വ്യവസ്ഥാപിതമായി തന്നെ ട്രെയിനിങ് കോഴ്സുകളും അതുപോലെ അധ്യാപകന്മാരെ കൂടുതൽ ഖുർആൻ പഠിച്ചവരാകുന്നതിന് വേണ്ടിയുള്ള ഹിസ്ബ് ക്ലാസ്സുകളും എല്ലാം സമസ്ത കേരള ജമിയത്തുൽ ഉലമ തന്നെ ഓരോ സംഘടനകൾ രൂപീകരിച്ച് ആ സംഘടനയുടെ കീഴിലായി സമസ്തയുടെ മേൽനോട്ടത്തിലായി നടത്തി വന്നു. അങ്ങനെയാണ് ഈ 100 വർഷമാകുമ്പോഴേ ഒരു നല്ല അച്ചടക്കമുള്ള സമൂഹമായി നമ്മുടെ സമുദായം മാറിയത്. വിദ്യാഭ്യാസ ബോർഡിനും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കും ആദ്യമായി സ്വന്തം ഓഫീസുകൾ ഉണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ വീട് തന്നെയായിരുന്നു സമസ്തയുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ തെറ്റാവുകയില്ല. എന്നാൽ പിന്നീട് 1954 ചെറിയ സൗകര്യത്തോടുകൂടെ പരപ്പനങ്ങാടിൽ ഓഫീസ് പ്രവർത്തിക്കുകയും 58 നമുക്ക് സ്വന്തമായ വിപുലമായ ഒരു ഓഫീസ് സമുച്ചയം തന്നെ വേണമെന്ന് ബഹുമാനപ്പെട്ട TK അബ്ദുള്ള മൗലവി സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് മഹാന്മാരായ ആലിമീങ്ങൾ ആ വഴിക്ക് ചിന്തിക്കുകയും അങ്ങനെ 1970 ചേളാരിയിൽ
സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും ജമിയത്തുൽ മുഅല്ലിമീനും ഒക്കെയായി വൻ സംവിധാനത്തോടുള്ള ഓഫീസ് സമുച്ചയം വരികയുണ്ടായി. ബഹുമാനപ്പെട്ട മാന്നാർ അബ്ദുൽ ഖാദർ ഹാജിയാണ് ചേളാരിയിൽ ഈ ഓഫീസ് സമുച്ചയത്തിന് വേണ്ടി സ്ഥലം അനുവദിച്ചത്. അങ്ങനെ ഓഫീസ് പിന്നീട് കോഴിക്കോട്ടേക്ക് മാറ്റി. കോഴിക്കോട്ടേക്ക് മാറ്റിയതോടുകൂടെ തന്നെ കൂടുതൽ മദ്രസകൾ ശാസ്ത്രീയമായി നടത്താനും അതിനാവശ്യമായ അധ്യാപകന്മാർക്ക് അവരെ ട്രെയിനിങ് ഉള്ളവരാക്കിയെടുക്കാനും അതുപോലെ തന്നെ അഡ്മിഷൻ രജിസ്റ്റർ, ഒപ്പുപട്ടിക, ഹാജർ പട്ടിക, വിസിറ്റിംഗ് ബുക്ക് തുടങ്ങിയ സാങ്കേതിക അനിവാര്യമായും ഒരു മദ്രസക്കുണ്ടാകേണ്ട എല്ലാ റെക്കോർഡുകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ബോർഡ് സൗജന്യമായി നൽകുകയും ചെയ്തുകൊണ്ട് താഴെ തട്ടിലുള്ള മദ്രസകൾ ഒരു സെറ്റപ്പുള്ള ഒരു സംവിധാനമാക്കി മാറ്റാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് കഴിഞ്ഞു. എന്നാൽ അതെല്ലാം വളരെ റാഹത്താവുക വഴി ഓരോ പ്രാദേശിക തലങ്ങളിലുള്ള മദ്രസകൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. എന്നാൽ ഇതിലൊന്നും തുടക്കത്തിൽ യാതൊരു വരുമാനവും ഉണ്ടായിരുന്നില്ല. നമ്മൾ 3 ദിവസം മുമ്പ് പ്രസംഗത്തിൽ പറഞ്ഞ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ആദ്യ മീറ്റിങ്ങിൽ പങ്കെടുത്ത ആളുകൾ ഓരോ ഉറുപ്പികകൾ സംഭാവനയായി എടുക്കുകയും ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് 25 ഉറുപ്പിക തന്നെ റൊക്കമായി കൊടുക്കുകയും അങ്ങനെയാണ് ഈ ഫണ്ട് വിജയിപ്പിച്ചത്. പിന്നീട് പുസ്തകങ്ങൾ വന്നു. പുസ്തക ഡിപ്പോയിൽ നിന്ന് നല്ല വരുമാനം വരാൻ തുടങ്ങി. അതുവരെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മീറ്റിംഗ് ചെലവുകളൊക്കെ വഹിച്ചിരുന്നത് വിദ്യാഭ്യാസ ബോർഡ് തന്നെയാണ്. എന്നാൽ പുസ്തക വിറ്റുവരവും കാര്യങ്ങളുമൊക്കെ ആയപ്പോൾ എല്ലാം ഓർഡർ വന്നപ്പോൾ ആ ഓർഡർ അടിസ്ഥാനത്തിൽ വലിയ ഒരു പ്രസ്ഥാനമായി മാറിയെങ്കിലും മിനിയാന്നിൽ ഞാൻ എൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ആദ്യകാലത്തെ സ്ഥിതിയൊക്കെ വളരെ പ്രയാസമായിരുന്നു. എന്നാലോ വലിയ സമ്പന്നന്മാരെ തെരഞ്ഞ് ഈ ആലിമീങ്ങൾ തുടക്കത്തിൽ പിരിവിനൊന്നും പോയതുമില്ല. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരെ പറ്റി എന്തൊക്കെ ആക്ഷേപമാണ് ഇല്ലേ, അവർക്ക് കാശ് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, അപ്പോഴേ ദീന് പറയുള്ളൂ. എന്നാൽ ഈ ഒരു ഭക്ഷണം കൊടുക്കാൻ ഇവിടെ ആളുണ്ടായത്, എന്തെങ്കിലും ഉസ്താദന്മാർക്ക് സാമ്പത്തികമായി സഹായിക്കാൻ ആളുണ്ടായത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിദ്യാഭ്യാസ ബോർഡിലൂടെ അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുത്തത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ ആരെ മുന്നിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ കെഞ്ചിയിട്ടില്ല. അവർ തന്നെ ഒരു ഉറുപ്പികയും മറ്റുമൊക്കെ എടുത്ത് കഴിയാവുന്നവരെ സഹായിക്കുകയും പിന്നീട് അതിനാവശ്യമായ ആളുകളെ ഇതിലേക്ക് ആകർഷിപ്പിക്കാൻ കഴിഞ്ഞു എന്നതും ഒരു വസ്തുതയാണ്. അന്നത്തെ തുടക്കത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് വലിയ എന്നത്തെ മാതിരി സഹായിക്കാൻ ആരുമില്ല, അതൊന്നും ആഗ്രഹിക്കുന്നുമില്ല. അവിടുത്തെ ആലിമീങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പ്രവർത്തിക്കുക, അവർ സ്വന്തം കാശെടുക്കുക. അതുകൊണ്ടാണല്ലോ ആദ്യ മീറ്റിങ്ങിൽ തന്നെ പങ്കെടുത്ത ആളുകളിലൊക്കെ അബ്ദുൽ ബാരി ഉസ്താദ് അല്ലാത്തവരൊക്കെ ഓരോ ഉറുപ്പിക എടുക്കണമെന്ന് അവർ എടുത്തു കൊടുക്കുകയും അബ്ദുൽ ബാരി ഉസ്താദ് 25 ഉറുപ്പിക കൊടുക്കുകയും ചെയ്തതാണ് ആദ്യ ഫണ്ടെങ്കിലും. വിവിധ യോഗങ്ങളിൽ ഈ ഫണ്ടിനെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യും. നമുക്ക് പണം വേണമല്ലോ, മദ്രസ പുസ്തകം പ്രിന്റ് ചെയ്യണം, പരീക്ഷ നടത്തണം, മുഫത്തിസ്മാരെ നിയമിക്കണം, അതുപോലെ പിന്നെ വാലുവേഷൻ നടത്തണം, പരീക്ഷ നടത്തണം, എവിടുന്നാണ് ഇതിന് കാശ്, ആര് തരും? അങ്ങനെ വന്നപ്പോഴാണ് ഒരു ദിവസം ബാഫക്കി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പ്രഗത്ഭരായ പണ്ഡിതന്മാർ നമ്മളെ കൊയിലാണ്ടിയിൽ വേറെ പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് കാശൊക്കെ നമുക്ക് അവിടുന്ന് കിട്ടും, അള്ളാഹു അല്ലേ വലിയവന്. അതുകൊണ്ട് പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരെ പോലുള്ള അഗ്രേഷ്യരായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ വേറെ പറയണം എന്ന് ബാഫക്കി തങ്ങൾ നിർദ്ദേശിക്കുകയും അങ്ങനെ പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാരടക്കം അന്നത്തെ സകാലത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വെളിച്ചമായ പണ്ഡിതന്മാർ കൊയിലാണ്ടിയിലേക്ക് പോവുകയും അവർ 18 ദിവസം നീണ്ടു നിൽക്കുന്ന വേദ് അവിടെ നടത്തുകയും ചെയ്തു. ഈ വേദിൽ നിന്ന് 700 ഉറുപ്പിക പിരിഞ്ഞു കിട്ടി എന്ന് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. 700 ഉറുപ്പിക, അതാണ് നമ്മുടെ രണ്ടാമത്തെ ഫണ്ട്, വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഫണ്ട്. ആ വിദ്യാഭ്യാസ ബോർഡ് ഇപ്പോൾ എവിടെ എത്തി നിങ്ങൾക്കറിയാമല്ലോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു ചെയ്ത നിഅമത്ത്. അപ്പോൾ നമ്മളൊരു കാര്യം തുടങ്ങിക്കൊടുക്കുമ്പോൾ മുന്നിട്ടിറങ്ങിയ ആളുകളുണ്ടല്ലോ, അവർക്കാണ് യഥാർത്ഥത്തിൽ അത് എത്ര വലുതാവുന്നോ അത്രയും അത് വലുതാക്കിയവരെ പ്രതിഫലം കൂടാതെ തുടങ്ങിക്കൊടുത്തവരുടെ
പ്രതിഫലം അത് ഈ ചെയ്തവരുടെ എല്ലാവരുടെ പ്രതിഫലവും ഉണ്ടാവും. അതുകൊണ്ടാണ് സൂറത്ത് യാസീൻ അല്ലാഹ് പറഞ്ഞില്ലേ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. നമ്മളൊരു സംഗതിക്ക് തുടക്കമിട്ടാൽ ആ പരിപാടി എവിടെ എത്തുമെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സംഭാവന കൊടുക്കുമ്പോൾ, ഖൈറാത്തുകൾ ചെയ്യുമ്പോൾ, ആ ഖൈറ് വഴി, ആ സംഭാവന വഴി എത്ര ഇവിടെ പുരോഗമനമുണ്ടാകും, അതെല്ലാം ടോട്ടൽ ചെയ്തുകൊണ്ട് നാം ഇതിന് മുന്നിട്ടിറങ്ങുമ്പോൾ തന്നെ എല്ലാം അള്ളാഹു നമ്മുടെ റെക്കോർഡ് രേഖപ്പെടുത്തി വെക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മുടെ മുന്നിലുണ്ട്. അതെല്ലാം മനസ്സിലാക്കിയ നമ്മളെ പാവപ്പെട്ട വീട്ടമ്മമാരായ നമ്മുടെ മക്കളുടെ, നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ സീനിയർ ഉസ്താദ് എന്ന് പറയുന്നത് നമ്മളെ മദ്രസയിലെ അധ്യാപകന്മാരാണ്. ആ മദ്രസയിലെ അധ്യാപകന്മാർ റേഞ്ച് അടിസ്ഥാനത്തിൽ സംഘടിതരായി വിദ്യാഭ്യാസ ബോർഡ് ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചിരുന്നതൊരു മഹാവിപ്ലവമായി മാറിയെങ്കിൽ അതിൻ്റെ ആദ്യകാല സംഗതികൾ എന്ന് പറഞ്ഞത് എന്താണ്? ഈ ഒരു ഉറുപ്പിക എടുത്തത്. അതുപോലെ ബാഫക്ക് തങ്ങളുടെ നാട്ടിൽ കൊയിലാണ്ടിയിൽ 18 ദിവസം വയറ്, അതും പറവണ്ണ മൈദീൻകുട്ടി മുസ്ലിയാരെ പോലെ നടത്തിയ വയറിന് പിരിഞ്ഞ് കിട്ടിയ 700 റുപ്യ. ഈ ഒരു പണം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വനക്തുബു മാ ഖദ്ദമു വആസാറഹും, ചെയ്തതും അതിൻ്റെ തുടർചലനങ്ങളും അതിൻ്റെ തുടർ എത്രയാണ് എൻ്റെ വളർച്ചയെങ്കിൽ അതും കൂടെ നിങ്ങളുടെ പേരിൽ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ടെന്നും അത് കാണിച്ചു തരാനാണ് മരണപ്പെട്ട ശേഷം നിങ്ങൾക്ക് ജീവൻ നൽകി നിങ്ങളെ ചോദ്യത്തിന് വിധേയമാക്കുന്നത് എന്നും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുമ്പോൾ അത് അക്ഷരം പ്രതി അംഗീകരിച്ച അവരായിരുന്നു നമ്മുടെ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ ഇറങ്ങിപ്പുറപ്പെട്ടതിനാലാണ് ഇന്ന് ഈ കാണുന്ന വളർച്ച. മാത്രമല്ല 100 കൊല്ലം പോറലേൽക്കാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്വന്തം കാലിൽ നിലനിൽക്കാനുണ്ടായ പ്രധാന കാരണം എന്താണ്? അവർ ആ മഹാന്മാരായ പണ്ഡിതന്മാർ വെട്ടിത്തെളിയിച്ച പാത സംശുദ്ധമായിരുന്നു. അവരെ കഠിനാധ്വാനം അള്ളാഹു വിജയിപ്പിക്കുക തന്നെ ചെയ്തു. ആ വിജയമാണ് ഈ 100ാം വാർഷികത്തിലൂടെ നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. അള്ളാഹു തആല ആ മഹാന്മാരായ പണ്ഡിതന്മാരുടെ സുംറയിലായി ഇവരുടെ ദുനിയാവിലും നാളെ ആഖിറത്തിലും സന്തോഷമുള്ള ഒരു വിഭാഗമായി നമുക്ക് നമ്മെ മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സംസാരം ഞാൻ നിർത്തുകയാണ്. റഹീമുർ-റഹീമായ റബ്ബ് നാം ഇതുവരെ പറഞ്ഞതും കേട്ടതും പ്രതിഫലം ലഭിക്കുന്ന അമലുകളിൽ പെടുത്തിത്തരട്ടെ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.